നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു. ഈ സീരീസിൽ പഠിച്ചത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു. പക്ഷേ അത് കൂടാതെ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയൊരു ഒരു സീരീസ് തന്നെ ചെയ്തു. കാരണം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും അതേപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സിലും വരുന്ന ഒരു സെയിം ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സീരീസ് തന്നെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക. കൂടാതെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ GSTയുടെ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സബ്ജക്റ്റുകൾക്കെല്ലാം, നമ്മുടെ ഈ CA CMA CS-ൻ്റെ സബ്ജക്റ്റുകൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ MCQ വർക്കൗട്ട് ചെയ്യുന്നൊരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സീരീസ് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നമ്മൾ ഈ തിയറിയും പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ MCQ എന്ന് പറയുന്നത്. കാരണം നമുക്ക് 25 മാർക്ക് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു പോർഷനാണ് നമ്മുടെ MCQ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് നമ്മൾ നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കാണുക. ഞാൻ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിരിക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഒരു ചാപ്റ്ററാണിത്. ഇതിൽ ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ലോജിക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള നമ്മുടെ അക്കൗണ്ടൻസിയിലെയും കോസ്റ്റിങ്ങിൻ്റെയും നോളജ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അഞ്ച് പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നൊക്കെ പറയാം. ഈ ടോപ്പിക് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ത്, അതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റോക്ക് അല്ലേ, നമ്മുടെ കറണ്ട് അസറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സാധനമാണിത് അല്ലേ. നമ്മുടെ കറണ്ട് അസറ്റിലെ ഏറ്റവും ഒരു മെജോറിറ്റി പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഇൻവെൻട്രിയാണ്. ആ ഇൻവെൻട്രിയുടെ പ്രോപ്പർ മാനേജ്മെൻറ്റ്, അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾസ്, ഡെറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിസീവബിൾസിനെ പറ്റിയിട്ട്. അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസി, നമ്മുടെ ഫേമിൻ്റെ ക്രെഡിറ്റ് പോളിസികളെ പറ്റിയിട്ടും. പിന്നെ ക്യാഷ് മാനേജ്മെൻറ്റ്. ഈ 5 റെലവൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തുടക്കത്തിൽ തന്നെ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കണ്ടേ. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സ്ട്രാ ആയിട്ട് പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ പലയിടത്തും പഠിച്ച കാര്യങ്ങളെ ഒരു ചാപ്റ്റർ എന്ന രീതിയിൽ ഇവിടെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നമ്മളൊന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന്. നിങ്ങൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോഴും, അല്ല അതിന് മുമ്പ് നമ്മൾ കോസ്റ്റിംഗിലും അക്കൗണ്ടൻസിയിലും ഒക്കെ ഒരുപാട് പഠിച്ചപ്പോഴും എല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്തെന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ഒരു സെൻറ്റൻസ് രൂപത്തിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി അല്ലേ. നമ്മുടെ കറണ്ട് ലയബിലിറ്റിക്ക് കൂടുതൽ എത്ര കറണ്ട് അസറ്റ് ഉണ്ടോ അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കമ്പനിക്ക് അവൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എമൗണ്ട് ക്യാഷിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം അല്ലേ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ ആദ്യമേ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പഠിക്കുന്നതിന് മുമ്പ്, അങ്ങ് പണ്ട് +2 നമ്മൾ ബിസിനസ് സ്റ്റഡീസിലും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ക്യാഷ്, ഫണ്ട്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് അല്ലേ. ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഫണ്ട് അവൈലബിൾ ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ആൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫണ്ട്, ക്യാഷിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഡെഫിനിഷൻ പഠിച്ചേക്കാം അല്ലേ. നമുക്ക് ഇനി ഡെഫിനിഷൻ അറിഞ്ഞുകൂടാന്ന് വെക്കേണ്ട, ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിച്ചേക്കാം. പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട. ഈ 2 സാധനങ്ങളെ നമ്മൾ ഒരു സെൻറ്റൻസ് രൂപത്തിലിടുന്നു, പിന്നെ ആ ഡെഫിനിഷൻ പറഞ്ഞത് ആരാണെന്ന് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആരാണ്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ പണ്ട് ഈ അക്കൗണ്ടിംഗ് പോളിസീസ്, നമ്മുടെ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പുറപ്പെടുവിക്കുന്നതും അത് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഇനി കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ നോക്കി, നമ്മുടെ അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവർ പറയുന്ന ഡെഫിനിഷൻ എന്താ നോക്കി? വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ ഫണ്ട് അവൈലബിൾ ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിന് അവൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിനാണ് എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. നമ്മുടെ കറണ്ട് ലയബിലിറ്റിക്കായും കൂടുതൽ എത്ര കറണ്ട് അസറ്റ് ഉണ്ടോ, ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് ലയബിലിറ്റിക്കകത്ത് നമ്മൾ എന്തും കൂട്ടും? ഷോർട്ട് ടേം ലോൺസും കൂട്ടും.
നമുക്കറിയാവുന്ന കാര്യം നമ്മൾ കൂടുതലായിട്ട് ഒന്നും പഠിച്ചില്ല ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഇല്ലേ. പക്ഷേ ചിലർ പറയുന്നത് നമ്മുടെ ഈ രണ്ട് ആസ്പെക്റ്റ് ആയിട്ടാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ്, ചിലർ പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണെന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് രണ്ട് ആസ്പെക്റ്റ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ രണ്ട് ആസ്പെക്റ്റ്. ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ കറണ്ട് ലയബിലിറ്റി കുറയ്ക്കേണ്ട, അതായത് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കടാ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. അതായത് കൈൻഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നിങ്ങളത് തിയറിയാണ്, അതുകൊണ്ട് പഠിക്കണമെന്ന് വിചാരിക്കരുത്. ഈ തിയറി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ആസ്പെക്റ്റുകൾ എന്താണെന്നും ഈ കോൺസെപ്റ്റുകൾ എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം വേർഡ്സിൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കൽ പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം പോലെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറി. നമുക്ക് MCQs സ്കോർ ചെയ്യാനും നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആൻസർ ദ ഫോളോയിങ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തിയറി പാർട്ട് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിട്ടടയില്ലേ. നിങ്ങൾ വേണമെങ്കിൽ ഇത് ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഒരുപാട് ഇൻറ്റൻസീവായിട്ടൊന്നും പഠിക്കണം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് കൈൻഡ് ഉണ്ട്. രണ്ട് തരത്തിൽ നിന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. എന്താ നോക്കി, ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ? അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കാം. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കാം. അതെന്താണെന്നറിയാമോ? ഒരു ഫേം നോർമലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അവൻ്റെ നോർമൽ കോസ്റ്റ് ഓഫ് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണം. അവൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചിത എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നോക്കി, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ബാഗുകൾ വിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ബാഗുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമുക്ക് നോർമലി ബാഗുകൾ പോകുമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട്, തുച്ഛമായ ഒരു യൂണിറ്റ്സ് മാത്രമേ പോകത്തുള്ളൂ. അപ്പം ആ വർഷം മൊത്തം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിശ്ചിത എമൗണ്ട് എത്രയാണ് വേണ്ടതെന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ നോർമൽ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ഫിക്സഡ് അല്ലെങ്കിൽ റെഗുലർ അല്ലെങ്കിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിന് റിജിഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇനി നോക്കി, സ്കൂൾസ് ഒക്കെ തുറക്കുന്ന സമയത്ത്, നമ്മുടെ സ്കൂളും കോളേജസും ഒക്കെ റീ ഓപ്പൺ ആവുന്ന സമയത്ത് അവർക്ക് ബാഗിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. കിറ്റെക്സ്, പോപ്പിയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ, നമ്മുടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ട് അടിപൊളി പരസ്യമൊക്കെ വരുമായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു സീസണിൽ അവർക്ക് എന്ത് ചെയ്യും? സെയിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ആ സമയത്തെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എക്സസ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടേ? അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അതെന്നും ബിസിനസ്സിലേക്ക് ആവശ്യമില്ല. ആ സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഫേമിനും എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇതേവരെ എപ്പോഴും ഒരു ആഡ്വക്കേറ്റ് ലെവലിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡെഫിസിറ്റ് ഒന്നും വരാണ്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒരു ഫേമിൻ്റെ കയ്യിൽ വേണം. ഇത് കൂടാനും പാടില്ല, ഇത് കുറയാനും പാടില്ല. ഇത് കൂടിയാലും പ്രശ്നമാണ്, ഇത് കുറഞ്ഞാലും പ്രശ്നമാണ്. അവരെപ്പോഴും എന്ത് ചെയ്യണം? ഒരു ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, ഒരു ആഡിക്വേറ്റ് എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവരുടെ ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്ത് പോകുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ആഡിക്വേറ്റ് എമൗണ്ട് അവർ മീറ്റ് ചെയ്യണം. അതിൽ ഹയർ ആയാലും അതിൽ കൂടുതലായാലും പ്രശ്നങ്ങളാണ്, അതിൽ കുറവായാലും പ്രശ്നങ്ങളാണ്. നമുക്ക് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കാണാതെ ഒന്നും പഠിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു പോയിന്റും പഠിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ഫേമുണ്ട്, നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കൊരു ആഡിക്വേറ്റ് എമൗണ്ട്, ഒരു 1 lakh rupees ആണ് നമുക്ക് നോർമലി വേണ്ടത്. നമ്മൾ ആ 1 lakhന് പകരം 10 lakh വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുന്നു. ഓക്കെ അല്ലേ. ആ സിറ്റുവേഷനിൽ നമുക്ക് എക്സസ് ആയിട്ട് കൂടുതൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കി, ആൻ എൻ്റർപ്രൈസ് ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ആഡ്വക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ആഡ്വക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം എല്ലാ എൻ്റർപ്രൈസും മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ ചില ഒരു സിറ്റുവേഷനിൽ അത് ഹൈ ആവാം, ചില സിറ്റുവേഷനിൽ അത് ലോ ആവാം, ചില സിറ്റുവേഷനിൽ അത് ഹൈ ആവാം, ചില സിറ്റുവേഷനിൽ അത് ലോ ആവാം. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം, ഹൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഫേമിൽ, നമ്മുടെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ 1 lakh rupees ആണ് വേണ്ടത്. നമ്മൾ 10 lakh ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? 10 lakh ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കി, നമ്മുടെ 10 lakh ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് 10 lakh ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തും അല്ലെങ്കിൽ നമ്മളാ ഇറക്കുന്ന എമൗണ്ടിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ സ്റ്റോക്ക് ക്രിയേറ്റ് ആവത്തില്ലേ?
ആവശ്യമില്ലാത്ത നമുക്ക് വേണ്ടത് 1 lakh ആണ്. 1 lakh വർക്കിംഗ് ക്യാപിറ്റൽ മതി. അതായത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് 1 lakh മതി. പക്ഷേ 10 lakh ഇപ്പോൾ ഉണ്ട്. 10 lakh വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ നമ്മുടെ ഫേമിലുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ സ്റ്റോക്ക് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കാണും. അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അൺനെസസറി അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി അവിടെ ഉണ്ടാവും. അൺനെസസറി അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി ഉണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ നോക്കി 1 lakh വേണ്ട സ്ഥലത്ത് നമ്മൾ 10 lakh കൊടുക്കുന്നു. 1 lakh വേണ്ട സ്ഥലത്ത് 10 lakh കൊടുക്കുന്നു. അവിടെ വേസ്റ്റേജ് ഒരുപാട് ഉണ്ടാവും അല്ലേ? ക്യാഷ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമുക്കൊരു പിടിയും കാണത്തില്ല. ആവശ്യമില്ലാത്ത എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസ് എന്ത് ചെയ്യും? ലാവിഷായിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യും. വേസ്റ്റേജ് ഉണ്ടാവും, പിൽഫ്രേജ് ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഐഡിൽ ഫണ്ട് ക്രിയേറ്റ് ആവുക അവിടെ അല്ലേ? ഐഡിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അതായത് 1 lakh മതി, നമ്മൾ 10 lakh മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ 9 lakh rupees അവിടെ ഐഡിലായിട്ട് കിടക്കുകയല്ലേ? നമുക്ക് ഒരു റിട്ടേണും തരാതെ ഒരു യൂസും ഇല്ലാതെ വെറുതെ കിടക്കുകയല്ലേ? അപ്പോൾ അവിടെ ഒരു ഐഡിൽ ഫണ്ട് ക്രിയേറ്റ് ആവും ഇല്ലേ? അതിൻ്റെ അർത്ഥം നമ്മൾ 1 lakh വേണ്ട സ്ഥലത്ത് 10 lakh ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് പോളിസികൾക്കൊക്കെ എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഫേമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പോളിസികൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഓവറോൾ ഇൻഎഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താലുള്ള പ്രശ്നങ്ങൾ. നോക്കി, അൺനെസറി അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി, വേസ്റ്റേജ്, സ്പോയിലേജ്, പിൽഫ്രേജ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഐഡിൽ ഫണ്ട് ക്രിയേറ്റ് ആവും. ഇത് ഷോസ് ദ ഡെഫക്റ്റീവ് ക്രെഡിറ്റ് പോളിസി. നമ്മുടെ ഡെഫക്റ്റീവ് ക്രെഡിറ്റ് പോളിസി അത് കാണിക്കും. ഓവറോൾ ഇൻഎഫിഷ്യൻസി, നമ്മുടെ ഫേമിൻ്റെ ഓവറോൾ ഇൻഎഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ആലോചിക്കുക, 1 lakh വേണ്ട സ്ഥലത്ത് നമ്മളുടെ കയ്യിൽ ഒരു 50,000 വർക്കിംഗ് ക്യാപിറ്റലേ ഉള്ളൂ. അതായത് 1 lakhൻ്റെ നമ്മുടെ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളും നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് 1 lakh rupees വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതാണ് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷേ നമ്മുടെ കയ്യിൽ 50,000 ഉള്ളൂ, 50,000 രൂപയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും നോക്കി. നമുക്ക് എന്തായാലും ഓരോ ദിവസവും ചെയ്തു പോകേണ്ട ഒരു പ്ലാൻ കാണും അല്ലേ? ഇന്നത്തെ ദിവസം നമുക്ക് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര സാധനം നമ്മൾ സെയിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ പ്ലാൻ നടക്കുമോ? നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രകാരം നമ്മുടെ ഓപ്പറേഷൻസ് നടക്കില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ അവിടെ ഫെയിൽ ആവും അല്ലേ? പ്ലാൻ ഫെയിൽ ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പ്ലാൻ കറക്റ്റായിട്ട് നടന്നാലേ നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പോലും നമ്മുടെ കയ്യിൽ എന്തില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ പ്രൊഡക്ഷൻ പോലും കംപ്ലീറ്റ് ആവുന്നില്ല, നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഡെയിലി ഒബ്ലിഗേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ കിട്ടത്തില്ല. അതായത് നമുക്കൊരു ഇൻവെൻട്രി, നമുക്കൊരു ഇതുണ്ട്, ഏതാണ്? മെഷീനറി ഉണ്ട്. ആ മെഷീനറി ഒരു ദിവസം 10 ലക്ഷം യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. 10 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെഷീനറി കേപ്പബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷേ നമ്മുടെ കയ്യിൽ 50,000 വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് നമുക്ക് വെറും 1 ലക്ഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടേണ്ട റിട്ടേൺ കുറയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് പോളിസി, അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, നമ്മുടെ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ബാങ്ക്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇത് ക്രെഡിറ്റ് തരും. ഇപ്പോൾ നോക്കി, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ പോലുള്ള പൈസ നമ്മുടെ കയ്യിലില്ലെന്ന് പറഞ്ഞാൽ അവർ പിന്നെ നമുക്ക് ക്രെഡിറ്റ് തരില്ല. ഇതൊക്കെ നമ്മുടെ ഫണ്ട് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നമല്ലേ? നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാണെങ്കിൽ അത് ഗ്രാജുവലി നമ്മുടെ റെപ്യൂട്ടേഷനെയും ഗുഡ്വില്ലിനെയും വരെ ബാധിക്കും. അതൊക്കെയാണ് നമ്മുടെ ഫണ്ട് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാലുള്ള പ്രശ്നം. നോക്കി, ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ഓപ്പറേറ്റിംഗ് പ്ലാൻ, cannot achieve profit goal, cannot meet day-to-day obligations, return on investment falls due to the underutilization of fixed assets, lost credit facilities, reputation and goodwill affected badly. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ? നിങ്ങൾ ഈ പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഓരോ പോയിന്റും കോട്ട് ചെയ്യുക. അതിനെ പറ്റിയിട്ടൊരു 2-3 സെൻറ്റൻസ് ബ്രീഫായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അതെന്താണെന്നറിയാമോ? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫേമിലേക്ക് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഈ 10 lakh rupees കൊടുത്തിട്ട് നമ്മൾ കുറേ റോ മെറ്റീരിയൽസ് മേടിച്ചു. ഈ റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. ആദ്യമേ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, അത് കഴിഞ്ഞത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി. ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുന്നത് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് നമ്മൾ ക്രെഡിറ്റിനുമാണ് സെയിൽ ചെയ്തത്. ആ ക്യാഷായിട്ട് കൊടുക്കുന്നത് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മൾ ഇറക്കിയ 10 ലക്ഷത്തിലെ ആ കുറച്ച് എമൗണ്ട് ക്യാഷായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് അപ്പം തന്നെ കിട്ടും. ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നത് ആ ക്രെഡിറ്റ് പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് ആയിട്ടും ബിൽസ് റിസീവബിൾ ആയിട്ടും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഒക്കെ കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് ക്യാഷായിട്ട് കിട്ടും. ഈ ഒരു സൈക്കിളിലെ നമ്മൾ ഇറക്കിയ ഈ ഫണ്ട്, നമ്മൾ ഇറക്കിയ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കറങ്ങിത്തിരിഞ്ഞ് പിന്നെയും ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വീണ്ടും ക്യാഷായിട്ട് വരത്തില്ലേ? ആ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. നോക്കി, ദ ടൈം റിക്വയർഡ് ടു ടേക്ക് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു സം അസറ്റ്സ്
നമ്മുടെ ക്യാഷിനെ നമ്മൾ വേറെ ഏതെങ്കിലും അസറ്റിലേക്ക് മാറ്റി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് കുറേ റോ മെറ്റീരിയൽസിലേക്ക് മാറ്റി ഇല്ലേ. ഈ റോ മെറ്റീരിയൽസ് പിന്നെ കൺവേർഷൻസ് ഒക്കെ കഴിഞ്ഞ് കൺവേർഷൻസ് ഓഫ് ഇറ്റ് അഗെയിൻ ഇൻ ടു ക്യാഷ്, ഈ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനം വീണ്ടും കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് നമ്മുടെ ക്യാഷിലേക്ക് മാറത്തില്ലേ. ഈ ഒരു ടേം പീരീഡിനെ, ഈ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കി, ഈ താഴെ പറയുന്ന 3 പേർക്കും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 3 രീതിയിലായിരിക്കും. ആരാ നോക്കി 3 പേര്? ഒന്നാമത്തെ നമ്മുടെ മാനുഫാക്ചറിങ് കൺസേൺസ്. മാനുഫാക്ചറിങ് കൺസേണിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യമേ ക്യാഷ് ഇറക്കി അല്ലേ. നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അതെങ്ങോട്ടായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു? നമ്മൾ റോ മെറ്റീരിയൽസ് മേടിച്ചു അല്ലേ. റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഈ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ആദ്യമേ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറും. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അവസാനം ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറും അല്ലേ. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറി. ഈ ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽ 2 രീതിയിലുണ്ടാവാം. ഒന്ന് ക്യാഷ് സെയിൽസും ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവാം. ക്യാഷ് സെയിൽസ് ഉണ്ടാവാം, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവാം അല്ലേ. ഈ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് അപ്പോഴേ കിട്ടി, നമുക്ക് കൊടുത്ത ക്യാഷ് നമുക്ക് തിരിച്ചു വന്നു. ഈ ക്രെഡിറ്റ് സെയിൽ എന്താവും, ക്രെഡിറ്റ് സെയിൽ പിന്നെ നമുക്കൊരു ഡെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിൽസ് റിസീവബിൾ ആയിട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ വരും. ഈ സാധനം മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ പിന്നെ എന്തായിട്ട് മാറും, ക്യാഷ് ആയിട്ട് മാറും അല്ലേ. ഇതാണ് ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇറക്കുന്ന ക്യാഷ് റോ മെറ്റീരിയൽ ആവുന്നു, റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് അത് സെയിൽ ചെയ്യുന്നു. അത് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ആവും. ക്യാഷ് സെയിൽ ആണെങ്കിൽ നമുക്ക് ക്യാഷ് അപ്പോൾ തന്നെ തിരിച്ചു വന്നു. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ അത് ഡെറ്ററായി ബിൽസ് റിസീവബിൾ ആയിട്ട് അതിൻ്റെ മെച്യൂരിറ്റി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വരും. ഓക്കെ അല്ലേ. ഇതാണ് മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ട്രേഡിംഗ് കൺസേൺ ആണ് നോക്കി. ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ സെയിൽ ചെയ്യുക, വേറൊരു കാര്യങ്ങളുമില്ല. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യും, ഗുഡ്സ് പർച്ചേസ്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അവരത് കുറച്ച് സ്റ്റോക്ക് വാങ്ങി എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെയോ സ്റ്റോക്ക് വാങ്ങി. ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, അവർ സെയിൽ ചെയ്യും. ഈ സ്റ്റോക്ക് അവർ സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാം, ഒന്നെങ്കിൽ ക്യാഷിന് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രെഡിറ്റിന് സെയിൽ ചെയ്യാം. ക്യാഷിന് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ക്രെഡിറ്റിന് സെയിൽ ചെയ്യാം. ഈ ക്യാഷിന് സെയിൽ ചെയ്യുന്ന നമുക്ക് അപ്പോൾ തന്നെ കിട്ടി, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്ന നേരത്തെ പോലെ എന്താവും, ഡെറ്റേഴ്സ് ആയിട്ട് മാറും അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ആയിട്ട് മാറും. അത് പിന്നെ ഫർദർ ക്യാഷ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി ഒരു ഫിനാൻസിങ് കമ്പനിയുടെ ഒരു ഫിനാൻസിങ് കൺസേൺ, നമ്മുടെ ബാങ്കുകളൊക്കെ ഇല്ലേ, അവരെ പറ്റി ചിന്തിച്ച് നോക്കി. അവർക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ സിമ്പിളായിട്ട് ക്യാഷ് ഇറക്കുന്നു, ആ ക്യാഷ് അവരുടെ ഡെറ്റേഴ്സ് ആയിട്ട് മാറുന്നു, ആ ഡെറ്റേഴ്സിൽ നിന്ന് അവർ എമൗണ്ട് തിരിച്ച് റീകൂപ്പ് ചെയ്യുന്നു. ഇതാണ് അവരുടെ സിമ്പിൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അവർ 10 lakh rupees സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ് അവരുടെ ഡെറ്റേഴ്സ്, നമ്മൾ ലോൺ എടുത്ത ആൾക്കാരുടെ കയ്യിലേക്ക് പോകും. ആ ലോൺ എടുത്ത ആൾക്കാർ തിരിച്ച് ക്യാഷ് ആയിട്ട് തന്നെ തിരിച്ച് റീപേ ചെയ്യും. അപ്പോൾ ഇത്രയും വലിയ സൈക്കിൾ അല്ല. അവർക്ക് വരയ്ക്കാനാണെങ്കിൽ സൈക്കിൾ കുറച്ചാണ്, പക്ഷേ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് അവരുടെ ആയിരിക്കും. ആരാ, ഫിനാൻസിങ് കൺസേണിൻ്റെ ആയിരിക്കും. ഓക്കെ അല്ലേടാ, മനസ്സിലായില്ലേ? ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാം, ചില ഫേമുകൾക്ക് 1 lakh rupees മതി വർക്കിംഗ് ക്യാപിറ്റൽ, ചില ഫേമിന് 10 lakh rupees വേണം വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് മതി, ഒരു 10,000 rupees മതി. ചില കുഞ്ഞു ബിസിനസ്സൊക്കെ ആണെങ്കിൽ 10,000 rupees മതി. അപ്പം ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണോ അല്ലെങ്കിൽ കുറച്ച് മതിയോ, അല്ലെങ്കിൽ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന, ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു 10 പോയിന്റുകളുണ്ട്. ഈ 10 പോയിന്റുകളിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എഴുതുക, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ജസ്റ്റ് 2-3 വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് അല്ലേ. വലിയൊരു ബിസിനസ്സാണ്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് പ്ലേസിലും നമുക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കൂടുതൽ വേണ്ടി വരും അല്ലേ. നമ്മുടെ പ്രൊഡക്ഷൻ പോളിസി, നമ്മളൊരു ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേം ആണെങ്കിൽ അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അല്ല, നമ്മുടെ പ്രൊഡക്ഷൻ പോളിസി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ ആ രീതിയിൽ മതി അല്ലേ. പ്രോസസ് ഓഫ് മാനുഫാക്ചർ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ് ഇല്ലേ. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉണ്ട്, നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ? അതായത് ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേബേഴ്സിന് ഒരു 100 എംപ്ലോയീസിനെ അവരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്താം. അല്ലെങ്കിൽ ഈ 100 എംപ്ലോയീസിന് പകരം ഒരു എംപ്ലോയിയും ഒരു മെഷീനറി മാത്രം മതി അല്ലേ. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ടിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോസസ് അല്ലേ, മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ വെച്ചിട്ട്. ഇനി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ അല്ലേ. അതായത് നമുക്കൊരു ഫേമാണ്, ആ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും നമ്മുടെ മെയിൻ ഉദ്ദേശം അല്ലേ. ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിനെക്കാളും കൂടുതൽ കിട്ടുമ്പോഴാണ് നമ്മൾ ഗ്രോത്തിലേക്കും എക്സ്പാൻഷനിലേക്കും പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫേമിൻ്റെ എയിം എന്ന് പറയുന്നത് ഗ്രോത്തും എക്സ്പാൻഷനും ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ ഓപ്പറേഷൻ നടത്തണം. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. അടുത്തൊക്കെ ഫ്ലക്ച്വേഷൻസ്, ട്രേഡ് സൈക്കിൾ. നമ്മുടെ ട്രേഡ് സൈക്കിളിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എമൗണ്ട് ക്യാഷ്, നമ്മുടെ ഗുഡ്സ് വിൽക്കുകയും ആ ഗുഡ്സ് വിറ്റേണ്ട ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്, ആ ട്രേഡ് സൈക്കിളിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. പിന്നെ ടേംസ് ആൻഡ് പോളിസി ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ്, നമ്മുടെ പർച്ചേസിലും സെയിൽസിലും വരുന്ന വ്യത്യാസങ്ങൾ. കാരണം ഈ പർച്ചേസും സെയിലൊക്കെ പറയുന്ന കാര്യം എന്താണ്, അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ആണെങ്കിൽ അവരുടെ ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ഉണ്ടാവും. ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അല്ലേ. അപ്പോൾ അവരിൽ വരുന്ന വ്യത്യാസം അത് എത്ര നാൾ നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 5 month ആണെങ്കിൽ നമുക്ക് 5 month കാണും, ആ ഡെറ്റേഴ്സും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സും കാണും അല്ലേ. അപ്പം ആ ഒരു വരുന്ന വ്യത്യാസം അതൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഡിവിഡൻഡ് പോളിസീസ്, പ്രൈസ് ലെവൽ ചേഞ്ച്. ഓക്കെ, പ്രൈസ് ലെവൽ ചേഞ്ച് എങ്ങനെ അഫക്ട് ചെയ്യുന്നു നോക്കി. നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ഡെയിലി വേജസ് ആണ് കൊടുക്കുന്നത്.
ഡെയിലി വേജാണ് കൊടുക്കുന്നത്. നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഒരു 500 രൂപയാണ്. അവരുടെ വേജ് റേറ്റ് അവർ കൂട്ടി. 500 പോരാ, ഞങ്ങൾക്ക് 600 രൂപ വേണം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഫണ്ട് നമ്മുടെ ഫേമിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസ് അതുപോലുള്ള കാര്യങ്ങൾ വരാം. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, നമ്മുടെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ചിലരിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഭയങ്കര സ്പീഡിലും പെട്ടെന്നൊക്കെ ആ ജോലി ചെയ്യുന്ന കാണാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട പരിപാടി അവർ ചിലപ്പോൾ ഒരു തുച്ഛമായ സമയം കൊണ്ട് ചെയ്ത് തീർത്തിട്ട് ബാക്കി സമയം അവർ പോകും. അപ്പോൾ അവരുടെ എഫിഷ്യൻസി കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഫേമിൻ്റെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഇറക്കിയാൽ പോരെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അടുത്ത നോക്കി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ ഫിനാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ നോക്കുന്നത്. ഫിനാൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നിങ്ങൾ പുതിയ ടോപ്പിക്കാണ്, അങ്ങനെ ഒന്നും പഠിക്കേണ്ട. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റ് എവിടെയൊക്കെയാണോ കൂടുന്നത്, നമ്മുടെ കറണ്ട് അസറ്റിനെ കൂടാൻ, അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ അസറ്റുകളെ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെയാണോ ക്യാഷ് വരുന്നത്, അത് മനസ്സിലായില്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഡെറ്റേഴ്സ് എന്താണ്, കറണ്ട് അസറ്റാണ്. നമ്മുടെ ഡെറ്റേഴ്സിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സെയിൽ നടത്തിയിട്ട് അവർക്ക് തിരിച്ച് ക്യാഷ് കിട്ടാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു 2 months ആണ്. അങ്ങനെ 2 months ആണെങ്കിൽ ആ 2 months വരെ നമുക്ക് എന്ത് കാണും, ഡെറ്റേഴ്സ് കാണത്തില്ലേ. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഫിനാൻസ് ചെയ്യുന്ന ഒരു സോഴ്സ് അല്ലേ. അപ്പോൾ അതുപോലുള്ള സോഴ്സുകളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നോക്കി അക്രൂവൽസ് എന്താണെന്ന് അറിഞ്ഞൂടെ, നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഇൻകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ട്രേഡ് ക്രെഡിറ്റ്, അതായത് നമ്മുടെ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ക്യാഷ് ക്രെഡിറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക്. ഓവർ ഡ്രാഫ്റ്റ്, നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഓവർ ഡ്രാഫ്റ്റ്. ഷോർട്ട് ടേം ലോൺസ് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബിൽസ്, നമ്മുടെ ബിൽസ് റിസീവബിൾസും ബിൽസ് പേയബിൾസും. കൂടാതെ വേറെ പല ഫിനാൻഷ്യൽ സോഴ്സും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ റേസ് ചെയ്യാൻ പറ്റും. അതായത് കൊമേഴ്ഷ്യൽ പേപ്പറും ഫാക്ടറിങ്ങും അതുപോലുള്ള ഒരുപാട് സോഴ്സ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞപ്പോൾ അവിടെ സോഴ്സ് ഓഫ് ഫിനാൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ അല്ലേ. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് കുറേ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കണക്കിലേക്ക് കിടക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ബേസിക് ഐഡിയ ഉള്ള ഫസ്റ്റ് ഇലുസ്ട്രേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. ഇലുസ്ട്രേഷൻ 1 നോക്കിയേ. എ കമ്പനി ഹാസ് പ്രിപ്പയർഡ് ഇറ്റ്സ് ആനുവൽ ബഡ്ജറ്റ്, റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ആർ റീപ്രൊഡ്യൂസ്ഡ് ബിലോ. ഒരു കമ്പനി എന്ത് ചെയ്തു, അവർ ആനുവൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് അതുമായിട്ട് നമുക്ക് ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് താഴെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ മൊത്തം നമുക്കൊന്ന് ഓവറോൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവം. നോക്കിയേ, ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്ന് നോക്കി. സെയിൽ റുപ്പീസ് 46,80,000, അതായത് 46.80 എന്ന് പറയുന്നത് 46,80,000. അതായത് നമ്മളൊരു 46,80,000 രൂപയ്ക്കാണ് ടോട്ടൽ സെയിൽസ് നടത്തിയത്. ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്താണ്, 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 25% എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസും റിമൈനിങ് ആണ് ക്രെഡിറ്റ് സെയിൽസും. ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 25% എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസും 75% എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സെയിൽസും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സിമ്പിൾ കാൽക്കുലേഷനാണ്. നോക്കി, ഇനി അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റാണ്, 78,000 യൂണിറ്റ്സ് ആണ് ഇവർ സെയിൽ ചെയ്തത്. എത്രയാണ്, 78,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റും കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റിന് കോസ്റ്റ് അല്ല, പെർ യൂണിറ്റ് പ്രൈസ് അല്ലേ. ഒരു യൂണിറ്റ് വിറ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്ന എത്രയാണ്, 46,80,000 റുപ്പീസിന്. നമ്മൾ വിറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 78 യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മുടെ ഈ 46.80 ഡിവൈഡഡ് ബൈ എത്ര ചെയ്താൽ മതി, നമ്മുടെ 78,000 ചെയ്താൽ മതി ഇല്ലേ. 78,000 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുമെന്ന് അറിയാമോ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 60 റുപ്പീസ് എന്ന് കിട്ടും. എത്ര കിട്ടും, 60 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എത്ര ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 78 യൂണിറ്റ് നമ്മൾ വിറ്റപ്പോൾ ഒരു യൂണിറ്റ് വിറ്റ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്ത് പറയാം, 46,80,000 റുപ്പീസ് നമ്മൾ ടോട്ടൽ സെയിൽ നടത്തിയതിൻ്റെ 25% നോക്കുമ്പോൾ നമുക്ക് ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ 75% നോക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്രെഡിറ്റ് സെയിൽസും എത്രയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷനിൽ നമുക്ക് ഇത്രയും ഡേറ്റാസ് കളക്ട് ചെയ്തൂടെ. അടുത്തെന്താണെന്ന് നോക്കി, റോ മെറ്റീരിയൽ കോസ്റ്റ്. താഴെ പറഞ്ഞിരിക്കുന്ന കുറേ കോസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആദ്യത്തത്, റോ മെറ്റീരിയൽ കോസ്റ്റ്. അതായത് നമ്മൾ ടോട്ടൽ സെയിൽ ചെയ്തതിൻ്റെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് വാല്യൂവിൻ്റെ 60% എന്ത് തന്നെയാണ്, റോ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് സെയിൽ ചെയ്ത് എത്ര രൂപയ്ക്ക്, 60 രൂപയ്ക്കാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ 60 രൂപയുടെ എത്ര പെർസെൻറ്റേജ്, 60% എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. 60 രൂപയുടെ 60% എന്ന് പറഞ്ഞാൽ എത്ര വരും, ഒരു 36 റുപ്പീസ് എന്ന് വരത്തില്ലേ. ഈ 36 റുപ്പീസ് എന്തായിരിക്കും, നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ, 36 റുപ്പീസ് എന്തായിരിക്കും, റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇൻഫർമേഷൻസിന്, സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഇത്ര ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തില്ലേ. ഇനി തേർഡ് ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി,
ലേബർ കോസ്റ്റ് അതുവരെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അവിടെ നോക്കി വേരിയബിൾ കോസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് 1 റുപ്പി പെർ യൂണിറ്റ്. അത് ലേബർ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒരുപോലെ തന്നെ 6 റുപ്പീസും 1 റുപ്പീസും, പ്രശ്നമൊന്നുമില്ല. അടുത്ത് നോക്കി ഫിക്സ്ഡ് ഓവർ ഹെഡ്. എന്താണ് ഫിക്സ്ഡ് ഓവർ ഹെഡ്? നമുക്കറിയാം, ഓവർ ഹെഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ ഈ ഓവർ ഹെഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതിലുള്ളതാണോ വേരിയബിൾ ഓവർ ഹെഡും ഫിക്സ്ഡ് ഓവർ ഹെഡ്, സെമി വേരിയബിൾ ഓവർ ഹെഡ്, അങ്ങനെ അതിൻ്റെ ബൈഫോക്കേഷനൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 5 lakh ആണ് അല്ലേ? ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 5 lakh rupees തന്നിരിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ 1,10,000 എന്താണ്? ഡിപ്രിസിയേഷനാണ്. 1,10,000 എന്താണ്? ഡിപ്രിസിയേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 5 lakh, അതിൽ 1,10,000 ഡിപ്രിസിയേഷനാണ്. അപ്പോൾ 1,10,000 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് അല്ലേ? അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നിട്ടില്ല, പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസ് നടക്കാത്ത പക്ഷം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ഈ വില ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 lakh നിന്ന് എത്ര കുറച്ച് കളയാം? 1,10,000 rupees നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കളയാം. ബാക്കി എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എമൗണ്ടല്ലേ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ആ കിട്ടുന്ന എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ നമ്മുടെ യൂണിറ്റ്സ് ആയിട്ടുള്ള 78,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടത്തില്ലേ? സിമ്പിൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. അതായത് 5 lakh rupees ആണ് ഇവർ തന്നിരിക്കുന്നത്, നമ്മുടെ ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ആ 5 lakhൽ 1,10,000 എന്താണ്? ഡിപ്രിസിയേഷനാണ്. ആ 1,10,000 ആക്ച്വലി നടന്നൊരു ക്യാഷ് എക്സ്പെൻസ് അല്ല. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി നടന്നൊരു എക്സ്പെൻസ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ 5 lakh നിന്ന് 1,10,000 rupees കുറച്ചു. അതാണ് നമ്മുടെ ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ആ ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡിനെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ 78,000 യൂണിറ്റ്സ് അല്ലേ നമുക്കുള്ളത്? ആ 78,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? പെർ യൂണിറ്റിൻ്റെ ഫിക്സ്ഡ് ഓവർ ഹെഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റഡ് സ്റ്റോക്ക് ലെവൽ. എന്താണ് ബഡ്ജറ്റഡ് സ്റ്റോക്ക് ലെവൽ? നമ്മുടെ കുറേ സ്റ്റോക്ക് ലെവൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കി. റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. റോ മെറ്റീരിയലിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഈ 3 സ്റ്റോക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് ലെവൽ കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയുക. അതായത് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എത്ര നാൾ നമ്മുടെ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതാണ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കോസ്റ്റ് അക്കൗണ്ടൻസിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, റോ മെറ്റീരിയൽസിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എത്ര നാളത്തേക്ക്? 3 weeks, 3 ആഴ്ചയിലേക്കാണ്. എത്ര വീക്സ്? 3 weeks, 3 ആഴ്ചയിലേക്ക്. ഓക്കെ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് നോക്കി, അടുത്ത പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിരിക്കുന്നത് 1 week, ഒരാഴ്ച. പിന്നെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 3 weeks, വർക്ക് ഇൻ പ്രോഗ്രസ് 1 week. ഓക്കെ. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ വർക്ക് ഇൻ പ്രോഗ്രസിനകത്ത് മെറ്റീരിയൽ 100 ആണ്, ലേബറും ഓവർ ഹെഡ് എത്രയാണ്? 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നോക്കി, അടുത്ത് എന്താണെന്ന് നോക്കി. അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ്? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടൈം എത്രയാണ്? എത്ര നാൾ സൂക്ഷിച്ച് വെച്ചിരിക്കുക? ഒരു 2 weeks അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ അല്ലേ? ഇനി കുറച്ച് ക്രെഡിറ്റ് പീരീഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെറ്റേഴ്സ് ആർ അലൗഡ് ക്രെഡിറ്റ് ഫോർ 4 weeks. ഡെറ്റേഴ്സിൻ്റെ കഴിഞ്ഞ് നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ട് പൈസ കളക്ട് ചെയ്യും? ഒരു 4 weeks കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് ഒന്നും കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത് 1/1 നമ്മുടെ 2020 സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 4 weeks കഴിഞ്ഞിട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ 4 weeks എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ക്രെഡിറ്റേഴ്സ് നമുക്ക് അലോ ചെയ്തിരിക്കുന്നതും എത്ര വീക്സ് ആണ്? 4 weeks ആണ്. ഓക്കെ. 2 പേര് നമുക്ക് 4 weeks നമ്മൾ അങ്ങോട്ടും കൊടുത്തു, 4 weeks നമുക്ക് ഇങ്ങോട്ടും കിട്ടി. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കി. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വേജസ് ആർ പെയ്ഡ് ബൈ വീക്ക്ലി. നമ്മൾ വേജസ് പേ ചെയ്യുന്നത് വീക്ക്ലിയാണ്. ഓക്കെ, നേരത്തെ പോലെ വീക്ക്ലി. അപ്പോൾ ഇവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നിരിക്കുന്നത് വീക്ക്ലിയാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോക്കി. ദാറ്റ് ഈസ് ബൈ 3rd week ആൻഡ് ബൈ 5th week. നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് 3rd weekലും 5th weekലുമാണ്. നമ്മുടെ 3rd weekലും അതുപോലെ 5th weekലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേജസിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നത്. ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക് ആൻഡ് 3rd and 4th week. അതായത് നമ്മുടെ ഒരു മന്ത്ലി വീക്സ് ഇങ്ങനെ പോവാണ്. 1, 2, 3, 4, 5 ഇങ്ങനെ വീക്സ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്കിൻ്റെ പേയ്മെൻറ്റ് എന്ന് കൊടുക്കും? 3rd weekൽ കൊടുക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്കിൻ്റെ പേയ്മെൻറ്റ് 3rd weekൽ കൊടുക്കും. അതുപോലെ 3rd and 4th weekൻ്റെ പേയ്മെൻറ്റ് എന്ത് കൊടുക്കും? 5th weekൽ കൊടുക്കും. അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? 2 months ആണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ അലോ ചെയ്തിരിക്കുന്ന പീരീഡ്. ഓക്കെ അല്ലടാ? ഒന്നും കൂടി പറയണോ? അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് 3rd and 5th weekലാണ് നമ്മൾ പേ ചെയ്യുന്നത്. 3rd and 5th weekലാണ് പേ ചെയ്യുന്നത്. 3rd weekൽ പേ ചെയ്യുന്ന ഏത് എമൗണ്ടാണ്? ഫസ്റ്റ് വീക്കിൻ്റെയും സെക്കൻഡ് വീക്കിൻ്റെയും. അതുപോലെ 5th weekൽ പേ ചെയ്യുന്ന ഏത് എമൗണ്ടാണ്? 3rd weekൻ്റെയും 4th weekൻ്റെയും. അപ്പോൾ നമുക്കൊരു ടൈം ലൈനായിട്ട് അത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ഫസ്റ്റ് വീക്ക്, സെക്കൻഡ്, 3rd, 4th, 5th അല്ലേ? ഈ 1ൻ്റെയും 2ൻ്റെയും പേയ്മെൻറ്റ് നമ്മൾ എന്ന് കൊടുക്കും? 3rd weekൽ കൊടുക്കും.
അല്ലേ? അതുപോലെ ഈ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും പേയ്മെൻറ്റ് നമ്മൾ എന്ത് കൊടുക്കും? 5th വീക്കിൽ കൊടുക്കും. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? 2 വീക്സ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്ന പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വീക്സും 2 വീക്സും 1 വീക്കൊക്കെ പറഞ്ഞതുപോലെ ഇവിടുത്തെയും പീരീഡ് എത്രയാണ്? 2 വീക്സ് ആണ് നമ്മുടെ വേജസ് പേ ചെയ്യാനുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ടൈം, ഡിലേ ടൈം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇനി 2 കാര്യങ്ങളോട് 2 പോയിൻ്റ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തീർന്നു. ആ 2 പോയിൻ്റ് കൂടെ നോക്കാം നമുക്ക്. എന്താ നോക്കി? ദ ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓവർഹെഡ് പേ ചെയ്യേണ്ട ലാഗ് എന്ന് പറയുന്നത് 2 വീക്സ്. അത് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്യാഷ് ഇൻ ഹാൻഡ് റിക്വയർഡ്, നമ്മുടെ കയ്യിൽ വെച്ചേക്കേണ്ട ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 50,000 റുപ്പീസാണ്. എത്രയാണ്? 50,000 റുപ്പീസാണ്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇവർ കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കി. പ്രിപ്പയർ വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഫോർ ദ ഇയർ ഫോർ ദ കമ്പനി. അതായത് ഈ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഈ വർഷത്തെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ? വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. മേക്കിംഗ് വാട്ട് എവർ അസംഷൻസ് ദാറ്റ് യു മേ ഫൈൻഡ് നെസസറി. നമുക്ക് ആവശ്യമായിട്ട് തോന്നിയ അസംഷൻസ് മൊത്തം നിങ്ങൾ വേണമെങ്കിൽ വെച്ച കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. എപ്പോഴും ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അതുപോലെ നമുക്ക് റോ മെറ്റീരിയൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. എന്ത് പറയും? റോ മെറ്റീരിയൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. അതുപോലെ നമ്മളോട് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. എന്ത് പറയും? ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കോസ്റ്റിംഗിൽ നമ്മൾ ഇതേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബഡ്ജറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? ഇപ്പോൾ നമ്മളോട് പറയുന്ന റോ മെറ്റീരിയൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര റോ മെറ്റീരിയൽസ് നിങ്ങൾ ആ വർഷം അഡീഷണൽ പർച്ചേസ് ചെയ്യണം. അതായത് റോ മെറ്റീരിയൽ റിക്വയർമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കണ്ടുപിടിക്കുന്നത്. എന്താണ് റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്? അതുപോലെ ക്യാഷ് ബഡ്ജറ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ റോ മെറ്റീരിയലിന് പകരം എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും വരുന്നത്. അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എത്ര ക്യാഷ് റിക്വയർമെൻറ്റ്സ് വേണ്ടി വരും, ആ സാധനങ്ങൾ മേടിക്കാനും നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാനും എത്ര ക്യാഷ് വേണ്ടി വരും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട്, ഇതിവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കുറേ കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്, കുറേ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും അല്ലേ? ആ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് കണ്ടുപിടിക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കാര്യമല്ലേ? പക്ഷേ അതിനൊരു പേരിട്ട് ഫോർമലി പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യാൻ? വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമ്മൾ ഇന്നെടുത്ത ആ തിയറിയുടെയും ഈ ക്വസ്റ്റ്യൻ്റെയും ആൻസറിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാ നോട്ട്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നിട്ട് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനും കൂടെ അടുത്ത് വെച്ചിട്ട് റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യനകത്ത് അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മൊത്തം, അതായത് പെർ യൂണിറ്റിൻ്റെ ആണ് തന്നിരിക്കുന്നത്. അതായത് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റും നമ്മുടെ ലേബർ കോസ്റ്റും വേരിയബിൾ ഓവർഹെഡും ഒക്കെ റോ മെറ്റീരിയൽ ഈ സംഭവങ്ങളൊക്കെ തന്നിരിക്കുന്നത് പെർ യൂണിറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമേ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് വായിച്ചപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്തില്ലേ? അതായത് ടോട്ടൽ ക്യാഷ് സെയിൽ എത്ര, ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് എത്ര, അപ്പോൾ ഈ യൂണിറ്റ് സെയിൽ നടത്തിയ സെയിൽ വാല്യൂ എത്ര എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ അത് നമുക്കൊരു വർക്കിംഗ് നോട്ടായിട്ട് ആദ്യമേ അങ്ങ് എഴുതി വെക്കാം. ആ ഫസ്റ്റ് പോയിന്റ് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത കണ്ടുപിടിച്ച കുറേ ഇൻഫർമേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് വർക്കിംഗ് നോട്ടായിട്ട് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് ഇലുസ്ട്രേഷൻ 1 നമ്മൾ ആ വർക്കിംഗ് നോട്ട് എഴുതുകയാണ്. നോക്കാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ സെയിൽസ് വാല്യൂ എന്താണ്? ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? അവർ തന്നിട്ടുണ്ട്. എത്ര? 46,80,000 റുപ്പീസാണ് ടോട്ടൽ സെയിൽസ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത്രയും റുപ്പീസാണ് തന്നിരിക്കുന്നത് അല്ലേ? യൂണിറ്റ്സ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 78,000 യൂണിറ്റ്സ്. 78,000 യൂണിറ്റ്സ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർ യൂണിറ്റ് സെയിൽസ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? നമുക്ക് നോക്കാം. പെർ യൂണിറ്റ് വാല്യൂ എത്രയാണ്? പെർ യൂണിറ്റ് സെയിൽസിൻ്റെ വാല്യൂ, പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ ഈ 46,80,000 ഡിവൈഡഡ് ബൈ 78,000 എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയേ. 60 റുപ്പീസ് കിട്ടും. എത്ര കിട്ടും? 60 റുപ്പീസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം ഡെറ്റേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്യാഷ് സെയിൽ എത്രയാണെന്നും ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ വർക്കിംഗ് നോട്ടിന് വർക്കിംഗ് നോട്ട് 1 എന്നും ഇനി അടുത്ത വർക്കിംഗ് നോട്ടിന് വർക്കിംഗ് നോട്ട് 2 എന്നും കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ റെഫർ WN1 എന്നിട്ടാൽ മതി. വർക്കിംഗ് നോട്ട് 1 എന്നും വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്ന് വെച്ചാൽ മതി. നമുക്ക് നോക്കാം. ടോട്ടൽ സെയിൽസ് എത്രയാണ്? ടോട്ടൽ സെയിൽസ് നമുക്കറിയാം 46,80,000 റുപ്പീസ് ആണെന്ന് അല്ലേ? 46,80,000 റുപ്പീസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ പെർസെൻറ്റേജ് എഴുതാം. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 25% ക്യാഷ് സെയിൽസ്. 25% എന്താണ്? ക്യാഷ് സെയിൽസ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 46,80,000 റുപ്പീസിൻ്റെ എത്ര പെർസെൻറ്റേജ്? ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് നോക്കിയേ? 46,80,000 റുപ്പീസിന് ഇൻറ്റു 25% എത്രയാണ്? ഒരു 11,70,000 റുപ്പീസ്. 11,70,000 റുപ്പീസാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് അല്ലേ? ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് അല്ലേ?
ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ 46,80,000 റുപ്പീസിൻ്റെ 75%, 75 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് നോക്കിയേ, എത്രയാണ് 35,10,000 റുപ്പീസ്. 35,10,000 റുപ്പീസ്. ഇത് നമുക്ക് അവിടെ വെച്ചേക്കാം. നമ്മൾ ആദ്യമേ കണക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വർക്കിംഗ് നോട്ട് യൂസ് ചെയ്യും, ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എഴുതിയാണെന്ന് അവർ എഴുതിക്കോളും. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു, അതായത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അവർ താഴെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലേ, അതായത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ് 60% ആണെന്ന്. അപ്പോൾ നമുക്ക് ആ റോ മെറ്റീരിയലിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊരു ഫോർമാറ്റായിട്ട് എഴുതാം. അതായത് നമ്മുടെ സെയിൽസ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടി 60%. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള കോസ്റ്റുകൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കോസ്റ്റുകൾ ഏതൊക്കെയാണ്, റോ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് ഓവർഹെഡ്, ഇത്രയല്ലേ ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇതിൽ നിന്ന് ഈ സെയിൽ പ്രൊസീജിയറിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു യൂണിറ്റിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ അങ്ങ് എഴുതാം. അത് കാണാൻ രസമില്ല. ടോട്ടൽ സെയിൽസ് പ്രൊസീഡ്സ് ലെസ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർ യൂണിറ്റ് വെച്ചിട്ട് ഒരു യൂണിറ്റിനെ വെച്ചിട്ട് അതങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ അതങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിയേ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ എഴുതാം. എന്ത്, ആസ് പെർ വർക്കിംഗ് നോട്ട് നമ്പർ 1 എത്രയാണ്, 60 റുപ്പീസ്. 60 റുപ്പീസാണ് അല്ലേ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റുകൾ, നമ്മുടെ കയ്യിലുള്ള കോസ്റ്റുകളെല്ലാം കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിലുള്ള കോസ്റ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് റോ മെറ്റീരിയൽ കോസ്റ്റ്. എന്താണ് റോ മെറ്റീരിയൽ കോസ്റ്റ്? റോ മെറ്റീരിയൽ കോസ്റ്റ് അവർ തന്നിട്ടുണ്ട് എത്രയാണെന്ന്, 60% ആണെന്ന്. 60 റുപ്പീസിൻ്റെ എത്ര പെർസെൻറ്റേജ്, ഇൻറ്റു 60%, 60 ഡിവൈഡഡ് ബൈ 100. നമുക്ക് ബ്രാക്കറ്റിലിടാം. വർക്കിംഗ് അല്ലേ നമ്മുടെ, അതായത് എത്ര വരും, ഒരു 36 റുപ്പീസ് എന്ന് വരും. എത്ര വരും, 36 റുപ്പീസ്. അതവിടെ നിൽക്കട്ടെ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലേബർ കോസ്റ്റ് 6 റുപ്പീസും അതുപോലെ വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 1 റുപ്പീസുമാണ്. അപ്പോൾ നമുക്കത് എഴുതാം. ലേബർ എത്രയാണ്, 6 റുപ്പീസ്. ഇതെല്ലാം പെർ യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് അടിസ്ഥാനത്തിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ ലേബർ എഴുതി. അടുത്ത എന്താണ്, വേരിയബിൾ ഓവർ ഹെഡ് എത്രയാണ്, 1 റുപ്പീസാണ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഫിക്സ്ഡ് ഓവർ ഹെഡ് എഴുതാം. ഫിക്സ്ഡ് ഓവർ ഹെഡ് എഴുതുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിലെ എന്താണ്, ഫിക്സ്ഡ് ഓവർ ഹെഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 5 lakh ആണ്. ആ 5 lakh റുപ്പീസിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം, ഒരു 1,10,000 റുപ്പീസ് നമ്മൾ കുറയ്ക്കണം. കുറച്ചിട്ട് അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ്, ഈ 78,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, നിങ്ങളുടെ കാൽക്കുലേറ്ററിലും ചെയ്ത് നോക്കിയേ, 5 റുപ്പീസ് എന്ന് വരും. എത്ര വരും, 5 റുപ്പീസ്. അപ്പോൾ ഇത്രയും കോസ്റ്റുകളെല്ലാം അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കോസ്റ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 36, 6, 1, 5. അപ്പോൾ ഒരു 48 എന്ന് കിട്ടും. 48 റുപ്പീസ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്തെന്ന് വിളിക്കാം, ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിച്ചൂടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് പറയാം, അതായത് 60 റുപ്പീസിന് നമ്മൾ വിറ്റതിന് 48 റുപ്പീസ് മാത്രമേ കോസ്റ്റ് ആയുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ 48 റുപ്പീസ് 60 എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഒരു 12 റുപ്പീസാണ് എന്തെന്ന്, പെർ യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് അല്ലേ, പെർ യൂണിറ്റിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ആവശ്യമുള്ള പെർ യൂണിറ്റിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ ആ വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്, നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതാണ് ഇവർ ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ ഡെറ്റേഴ്സിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ സ്റ്റോക്കിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും റോ മെറ്റീരിയൽസിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് കറണ്ട് അസറ്റ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ഒന്ന് ക്രെഡിറ്റേഴ്സ്, അത് നമുക്കറിയാം. ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം അതവിടെ നിൽക്കട്ടെ. റോ മെറ്റീരിയൽസിൻ്റെ ക്രെഡിറ്റേഴ്സ്. അതുപോലെ വേജസിന് നമ്മൾ ലാഗ് വരുത്തുന്നില്ലേ, വേജസ് പേ ചെയ്യാൻ 1 month ഒരു വീക്കിൻ്റെ ലാഗ് വരുത്തുന്നുണ്ട്. അപ്പോൾ വേജസ് നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലേ, അത് നമുക്ക് എന്താണ്, ഒരു അക്രൂഡ് എക്സ്പെൻസ് ആയി നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഓവർ ഹെഡിൻ്റെയും ലാഗ് ഉണ്ട്. അപ്പോൾ ഓവർ ഹെഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്രൂഡ് എക്സ്പെൻസ് പോലെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തൂടെ, അക്രൂഡ് അല്ല ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ് എന്ത്, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത് അല്ലേ. നമുക്കിതിനെ ഒരു ഫോർമാറ്റിൽ അങ്ങ് വരയ്ക്കാം. അതായത് നമ്മൾ പണ്ട് ഇൻകം ടാക്സ് പഠിച്ചിട്ടില്ലേ, ഇൻകം ടാക്സ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇതും വരയ്ക്കാം. എന്താണെന്ന് അറിയാമോ, പെർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട്, അതാണ് ആ ഫോർമാറ്റ്, പെർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട്. കാരണം അതിൽ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എഴുതി, അത് പിന്നെ ഇപ്പുറത്തോട്ട് പറക്കി എഴുതി. അതിന് പകരം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം സാലറിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് എഴുതാം. അതിൻ്റെ വർക്കിംഗ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക, അതിൻ്റെ എമൗണ്ട് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ അല്ലേ. അല്ലാതെ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതേ ഫോർമാറ്റിൽ എന്ത് ചെയ്യാം, ഇവിടുത്തെ നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. എമൗണ്ട്, ഒരു വർക്കിങ്ങിന് ഇൻഡിവിജ്വൽ സ്പേസ്, നമ്മുടെ പെർട്ടിക്കുലേഴ്സ്. ഓക്കെ അല്ലേ.
ഇത് വർക്കിംഗ്, ഇത് പെർട്ടിക്കുലർ എമൗണ്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റ്സ് എഴുതാം. കറണ്ട് അസറ്റ്സ് എഴുതാം. നിങ്ങൾ നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കറണ്ട് അസറ്റുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണ്? സെയിൽ നടത്തുമ്പോൾ എന്തുണ്ടാകുന്നു? അവിടെ ഡെറ്റസ് ഉണ്ടാകുന്നതല്ലേ നമ്മുടെ ആദ്യത്തെ ഇൻഫർമേഷൻ. സെയിൽ നടത്തുമ്പോൾ ഡെറ്റസ് ഉണ്ടാകുന്നു, നമ്മുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ആ സാധനം ആദ്യം എഴുതി വയ്ക്കാം. സെയിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡെറ്റസ് എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കി, ഡെറ്റസ്, ടോട്ടൽ ഡെറ്റസ് എത്രയാണെന്ന് നമുക്കറിയാം. ടോട്ടൽ ഡെറ്റസ് എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു ടോട്ടൽ ഡെറ്റസ് എന്ന് പറഞ്ഞാൽ? ഒരു 35,10,000 റുപ്പീസാണ് ടോട്ടൽ ഡെറ്റസ്. പക്ഷേ ഡെറ്റേഴ്സിൻ്റെ പീരീഡ് എത്ര? ക്രെഡിറ്റ് പീരീഡ് അവർ പറഞ്ഞിട്ടുണ്ട്. ഡെറ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 4 വീക്സ് ആണ്. അപ്പോൾ 4 വീക്സിൻ്റെ ഡെറ്റേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ എപ്പോഴും കാണത്തുള്ളൂ. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുക. ടോട്ടൽ സെയിൽസിൻ്റെ ടോട്ടൽ ഡെറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് 35,10,000. അതിൽ എത്ര മാത്രമേ നമ്മുടെ കയ്യിൽ കാണൂ? അതിൽ 4 വീക്സിൻ്റെ മാത്രമേ കാണൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വീക്സ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ അസംഷൻ ഇവിടെ വയ്ക്കാം. എന്താണെന്നറിയാമോ? ഒരു ഇയറിൽ 52 വീക്സ് ആണുള്ളതെന്ന്. കാരണം 52.1482 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് വീക്സ്. നമ്മൾ ടോട്ടൽ 365 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ ഒരു 52 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് വരുന്നത്. അവിടെ നമുക്ക് ഫസ്റ്റ് അസംഷൻ എടുക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 1 ഇയർ എന്ന് പറഞ്ഞാൽ 52 വീക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 52 വീക്സിൻ്റെ ടോട്ടൽ ഡെറ്റസ് ആണ് എത്ര? 35,10,000 എന്ന് പറയുന്നത്. 35,10,000 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 52 വീക്സിൻ്റെയാണ്. നമുക്കിവിടെ എത്ര വീക്സിൻ്റെ ക്രെഡിറ്റ് പീരീഡേ ഉള്ളൂ? 4 വീക്സിൻ്റെ അല്ലേ. അപ്പോൾ 4 വീക്സ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ 4 വീക്സിൻ്റെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെ? 35,10,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 35,10,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമ്മുടെ 52 ഇൻറ്റു ഇവിടുത്തെ ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്? 4 വീക്സ് അല്ലേ. ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കിട്ടത്തില്ലേ? എത്രയാണ്? 2,70,000 റുപ്പീസ്. അപ്പോൾ ആ വർക്കിംഗ് നമുക്കിവിടെ എഴുതാം. അതായത് ആസ് പെർ വർക്കിംഗ് നോട്ട് നമ്പർ 1, നമ്മുടെ വർക്കിംഗ് നോട്ട് നമ്പർ 1 പ്രകാരം, 2 പ്രകാരം എന്ത്? ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 35,10,000 റുപ്പീസ്. 35,10,000 റുപ്പീസ്. ഇതേ ഇൻറ്റു നമുക്കിവിടെ ക്രെഡിറ്റ് പീരീഡ് വരെ തന്നിട്ടുണ്ട്. എത്ര? 4 വീക്സ് ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് പീരീഡ് 52 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 2,70,000 റുപ്പീസ്. നമ്മൾ എഴുതുക 2,70,000 റുപ്പീസ്. അപ്പോൾ ആദ്യത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഡെറ്റേഴ്സ് എഴുതി. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ റോ മെറ്റീരിയൽ, കോസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. റോ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ, ഫിക്സ്ഡ് ഓവർ ഹെഡുകൾ. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വരെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കാം അല്ലേ? സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നോക്കാം. സ്റ്റോക്കിൻ്റെ ക്രെഡിറ്റ് പീരീഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചതുപോലെ സെയിം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് എത്രയാണ് നമ്മുടെ കയ്യിൽ വേണ്ടി വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ആദ്യത്തെ സ്റ്റോക്ക് എന്താണ്? റോ മെറ്റീരിയൽസ്. അടുത്ത സ്റ്റോക്ക് എന്താണ്? റോ മെറ്റീരിയൽസ് അല്ലേ. റോ മെറ്റീരിയൽസ് നമുക്ക് എത്ര യൂണിറ്റ്സിന് തന്നെ വേണം? നമ്മുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ ഇവർ തന്നിട്ടുണ്ട്. എത്രയാണ്? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 60% ആണ്. 60% എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? എത്രയാണ്? 36 റുപ്പീസാണ് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു യൂണിറ്റിന് റോ മെറ്റീരിയൽ കോസ്റ്റ് 36 അല്ലേ. അപ്പോൾ നമുക്ക് മൊത്തം നമ്മുടെ 78,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 78,000 ഇൻറ്റു 36. 78,000 ഇൻറ്റു 36. ഇനി അതിൻ്റെ ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്? റോ മെറ്റീരിയലിന് പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് അല്ല, നമ്മൾ എത്ര നാൾ സ്റ്റോക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 3 വീക്സ് അല്ലേ. അപ്പോൾ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 56 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 56. സിമ്പിൾ അല്ലേ? നോക്കിയടാ. അതായത് ടോട്ടലിൻ്റെ 60%, അതായത് 36 റുപ്പീസാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 78 യൂണിറ്റ്സിന് 36 റുപ്പീസ് വെച്ച് എത്ര എമൗണ്ട് വരും? അതേ ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 3 എത്രയാണ് നോക്കിയേ? 78,000 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു എത്ര? 3 എത്രയാണ്? 1,62,000. അപ്പോൾ നമുക്ക് എമൗണ്ട് എഴുതാം 1,62,000. 1,62,000. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എഴുതി അല്ലേ. ഇനി എന്താണ് അവർ തന്നിരിക്കുന്നത്? റോ മെറ്റീരിയൽ കഴിഞ്ഞ് തന്നിരിക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്. അടുത്ത തന്നിരിക്കുന്നത് എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതാം. വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ അവർ തന്നിരിക്കുന്നത്, അതായത് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 100% ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50%. അതുപോലെ നമ്മുടെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 50% ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം മെറ്റീരിയൽ എത്രയാണ്? 100%. അപ്പോൾ മെറ്റീരിയലിനകത്ത് 100% എന്ന് പറയുമ്പോൾ ഒരു 36 രൂപ വരും അല്ലേ. നമ്മുടെ ലേബർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലേബർ നമ്മൾ കണ്ടുപിടിച്ചു ഒരു 6 റുപ്പീസ് അല്ലേ. ഇവിടെ കണ്ടുപിടിച്ച 6 റുപ്പീസ്. അപ്പോൾ 6 റുപ്പീസിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു 3 റുപ്പീസ് വരും. എത്ര വരും? ഒരു 3 റുപ്പീസ്. അതുപോലെ ഓവർ ഹെഡ് നമ്മൾ വേരിയബിൾ ഓവർ ഹെഡ് കണ്ടുപിടിച്ചു 5ഉം, ഫിക്സ്ഡ് ഓവർ കണ്ടുപിടിച്ചു വേരിയബിൾ ഓവർ ഹെഡ് 1ഉം, ഫിക്സ്ഡ് ഓവർ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചത് 5ഉം. അപ്പം 1ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 6. അതിൻ്റെ 50% അല്ലേ. 6ൻ്റെ 50 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പം നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? നമ്മുടെ ഈ മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും കൂടെ കൂടുന്നത്. ഞാൻ ഒന്നും കൂടെ പറയണം നോക്കി. അതായത് റോ മെറ്റീരിയൽ നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആയി. ലേബറും ഓവർ ഹെഡും 50% മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് നമുക്കറിയാം 36. ലേബറിൻ്റെ വാല്യൂ 6 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 6 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 6ൻ്റെ 50% ആയിട്ടുള്ള 3 എടുത്തു. അതുപോലെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1ഉം 5ഉം 1ഉം 5ഉം കൂടെ കൂടുമ്പോഴത്തേക്ക് എത്ര 6ൻ്റെ 50% പറഞ്ഞാൽ 3. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതായിരിക്കും നമ്മുടെ ഓവർ ഹെഡിൻ്റെ റേറ്റ്. ഓവർ ഹെഡിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്ന നമ്മുടെ ഓവർ ഹെഡിൻ്റെ നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ വാല്യൂ ഇത് 3 കൂടെ കൂടുന്നതായിരിക്കും. നമ്മുടെ ഈ 36ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 36 പ്ലസ് ഒരു 6, ഒരു 42 കിട്ടത്തില്ലേ, 42 നമുക്ക് വാല്യൂ കിട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണുള്ളത്, ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് 78,000 യൂണിറ്റ്സ്. വാല്യൂ നമ്മൾക്ക് കിട്ടി 42. ഇനി വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ നമ്മൾ എത്ര നാളെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് 1 വീക്ക് അല്ലേ. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 52 എത്ര ആൻസർ വരുമോ നോക്കി. 78,000 ഇൻറ്റു 42 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 1 എത്ര വരും, 63,000. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സും കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പീരീഡ് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 വീക്സിലേക്കാണ്. എത്രയാണ്, 2 വീക്സിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ റേറ്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതായത് നിങ്ങൾ നോക്കി എപ്പോഴും നമ്മൾ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിനകത്തായിരിക്കും, നമ്മുടെ ഗുഡ്സിൻ്റെയൊക്കെ വില കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനകത്തായിരിക്കും. അത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിനൂടെ ആയിരിക്കും. കോസ്റ്റിലല്ലേ, അത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്രയാണെന്നുണ്ട്, എത്രയാണ് 48. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നമ്മളെ ടോട്ടൽ 78,000 അല്ലേ, 78,000 ആണ് യൂണിറ്റ്സ് ഇൻറ്റു 48. അതിൻ്റെ ക്രെഡിറ്റ് അത് എത്ര നാളാണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, നമ്മുടെ സ്റ്റോക്ക് ലെവലിൻ്റെ പീരീഡ് പറഞ്ഞിരിക്കുന്നത് എത്ര നാളാണ്, 2 വീക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഡിവൈഡഡ് ബൈ 52 ആൻസർ എത്ര വരും നിങ്ങൾ നോക്കി, 78,000 ഇൻറ്റു 48 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 52 എത്ര വരും, 1,44,000 റുപ്പീസ് എന്ന് വരും. അപ്പോൾ നമുക്ക് എഴുതാം 1,44,000 റുപ്പീസ്. ഓക്കെ അല്ലേ. ഇനി നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കറണ്ട് അസറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് നമ്മൾ അത്ര എടുത്തു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡിനെ പറ്റി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാം, ക്യാഷ് ഇൻ ഹാൻഡ് സിമ്പിളായിട്ട് അവർ എമൗണ്ട് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൻ വർക്കിങ്സും കാര്യങ്ങളൊന്നുമില്ല, ഗിവൻ എത്രയാണ് 50,000 റുപ്പീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ കറണ്ട് അസറ്റ്സ് നോക്കി 2,70,000 റുപ്പീസും 1,62,000 റുപ്പീസും 63,000 റുപ്പീസ് 1,44,000 റുപ്പീസ് 50,000 റുപ്പീസ് എല്ലാം കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും, ഒരു 6,89,000 റുപ്പീസ് എന്ന് കിട്ടും. 6,89,000 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ കറണ്ട് അസറ്റ്സ് കിട്ടി. ഇനി ഇതുപോലെ സെയിം കറണ്ട് ലയബിലിറ്റിയും കൂടെ കണ്ടുപിടിച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആയി, വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആയി. നമുക്ക് കണ്ടുപിടിക്കാം കറണ്ട് ലയബിലിറ്റീസും. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. നിങ്ങളെപ്പോഴും ഒരു ആൻസർ തുടങ്ങുമ്പോൾ ഒരു ഫ്രഷ് പേജിൽ നിന്ന് തുടങ്ങുക, അപ്പോൾ നമുക്ക് സ്ഥലവും കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. നോക്കി, കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യമേ വരുന്ന ഐറ്റം ഇവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് നമ്മുടെ സെയിൽ, റോ മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ, ഫിക്സ്ഡ് ഓവർഹെഡ്, നമ്മുടെ ബഡ്ജറ്റഡ് സ്റ്റോക്ക് ലെവൽസ് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് എത്രയാണ്, 4 വീക്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് എത്രയാണ്, 4 വീക്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിനായിരിക്കും ക്രെഡിറ്റേഴ്സ് വരുന്നത്, അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആളല്ലേ. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുള്ള ആരായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ റോ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ കോസ്റ്റ് ഇവിടെ എടുത്താൽ പോരെ. റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, 36, അതായത് 60% ആണെന്ന് അവർ വന്നില്ല. അപ്പോൾ 36. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 70, ആദ്യം ഏതാണ് ക്രെഡിറ്റേഴ്സ് 78,000 ഇൻറ്റു എത്രയാണ് നമ്മുടെ 36, അതായത് 60യുടെ 60% ഇൻറ്റു എത്ര നാളത്തേക്കാണെന്ന് അവർ പറഞ്ഞിട്ട് 4 മന്ത് എന്ന് പറഞ്ഞു. 4 ഡിവൈഡഡ് ബൈ 52 എത്ര വരും നോക്കി, 78,000 ഇൻറ്റു 36 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 52 എത്ര വരും, ഒരു 2,16,000 എന്ന് വരും. നമുക്കത് എഴുതാം 2,16,000. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്താ ഐറ്റം പറഞ്ഞിരിക്കുന്നത്, ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു. അടുത്ത വേജസ് അല്ലേ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അവിടെ വരില്ലേ, നമ്മൾ ലാഗ് ചെയ്യുന്ന വേജസ്. അപ്പോൾ നമുക്ക് എഴുതാം വേജസ് ടോട്ടൽ വേജസ് വരെ പറഞ്ഞിരിക്കുന്ന പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് 6 അല്ലേ, തന്നിട്ടുണ്ടല്ലോ നേരിട്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 78,000 ഇൻറ്റു 6. അതിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട് 2 വീക്സ്. ഓർമ്മയില്ലേ എത്രയാണ്, 3ാമത്തെ വീക്കിലോ 5ാമത്തെ വീക്കിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. 3ാമത്തെ വീക്കിൽ നടത്തുന്ന പേയ്മെൻറ്റ് 1ൻ്റെ 2ൻ്റെ ആണെന്നൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. അപ്പോൾ ഇൻറ്റു 2 വീക്സ് അല്ലേ, 2 ഡിവൈഡഡ് ബൈ 52 എത്ര എമൗണ്ട് വരും നോക്കിയേ, 18,000 എന്ന് വരും. എത്ര വരും, 18,000. സിമ്പിളാണ്. അടുത്ത് നോക്കിയേ, അടുത്ത ഓവർ ഹെഡിൻ്റെ ലാഗ്. ഓവർ ഹെഡ് അവർ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഓവർ ഹെഡിനും നേരിട്ട് തന്നെ തന്നിട്ടുണ്ട് 2 വീക്സ് എന്ന്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 78,000 യൂണിറ്റ്സ് ഇൻറ്റു ഓവർ ഹെഡിൻ്റെ റേറ്റ് എത്രയാണ്, 1 ഉം 5 ഉം. 1 5 എത്രയാണ്, 5. അപ്പോൾ 1 5 6 6 6
ഇൻറ്റു അവിടെയും പീരീഡ് 2 അല്ലേ, 2 ഡിവൈഡഡ് ബൈ 52 എത്ര ഒരു ആൻസർ സെയിം 18,000 വരും, സെയിം 18,000 വരും. അപ്പോൾ നോക്കി കറണ്ട് ലൈബിലിറ്റീസ് ആയിട്ട് ഈ 3 ഐറ്റം മാത്രമല്ലേ ഉള്ളൂ, വേറെ വല്ല ഐറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ 3 ഐറ്റം കൂടെ കൂട്ടുമ്പോൾ എത്ര ഇടും? 2,18,000 കൂടുമ്പോൾ 2,52,000 എന്ന് കിട്ടും. 2,52,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റുമായി കറണ്ട് ലൈബിലിറ്റി ഇതാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. നമ്മുടെ കറണ്ട് അസറ്റ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ആ കറണ്ട് ലൈബിലിറ്റി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. നിങ്ങൾ നോക്കി നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 6,89,000. 6,89,000. അപ്പോൾ നോക്കി 6,89,000 മൈനസ് 2,52,000 എത്ര കിട്ടി? 4,37,000. 4,37,000. ഓക്കെ അല്ലേ? ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വെക്കേണ്ട അസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്കിൽ 52 ഡേയ്സേ ഉള്ളൂ എന്ന് നിങ്ങൾ വെക്കുക അസംഷൻ. വേറെ കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് വൃത്തിയായിട്ടൊരു ടേബിളൊക്കെ വരച്ചിട്ട് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ ഇതിൻ്റെ നോട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. പിന്നെ ഈ ചാനൽ വളർത്തുക എന്നുള്ള നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. ഈ വീഡിയോസ് ബെനിഫിഷ്യൽ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.